വേണമെന്നാണ്. അപ്പം ഞാൻ ശരി മോണിറ്ററിൽ വോളിയം കൂട്ടണം, പിന്നെ ഓർക്കസ്ട്രയുടെ വോളിയം കൂട്ടിക്കണം. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാത്തി ചെല്ലക്കുരുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാത്തി ചെല്ലക്കുരുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലു കണ്ട ഇളകും പെണ്ണ്. മഴ പെയ്ത തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലു കണ്ട ഇളകും പെണ്ണ്. പാടത്തെ പൈനും തീരത്തെ കൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്. അവളൊരു പാവം പാൽക്കാരി പെണ്ണ്. പാൽക്കാരി പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഞാൻ ഒരു പാട്ടോടെ പാടാം. ഞാൻ മോനെ കുറച്ച് ട്രിപ്പിളാക്കി വെക്കൂടെ, എങ്കിൽ മാത്രമേ. സുമുഹൂർത്തമാ സ്വസ്തി സ്വസ്തി സ്വസ്തി. സൂര്യചന്ദ്രന്മാർക്കിരിപ്പിടമാകുമെൻ രാമസാമ്രാജ്യമേ, ദേവഗണേ മാമുനിമാരേ, സ്നേഹതാരങ്ങളെ, സ്വപ്നങ്ങളെ, പൂക്കളെ,
ഇടയാക്കുമീ വേളയിൽ. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലിംഗൽ, എൻ്റെ പ്രിയപ്പെട്ട അനിയനും ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ സംഗീതനാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നേടിയ പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് ഉടയനാണ് മറ്റ് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ. എന്നെ എപ്പോഴും വിളിക്കുകയും ഞാൻ ഏറെ ചേർത്ത് നിർത്തുന്ന കലാഭവൻ മണിയുടെ പ്രിയപ്പെട്ട അനിയൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാമകൃഷ്ണൻ. സ്ട്രഗിളിങ്ങിന്റെ വർഷമായി 2024, ഇപ്പൊ 2025 ആയപ്പോൾ പിന്നെ രാജീവേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് മാറി. അപ്പൊ എല്ലാവർക്കും ഒരു സമയമുണ്ട്. നിറഞ്ഞ ഒരു കൈകളി ഈ പ്രിയപ്പെട്ട അനിയൻ കൊടുക്കണം. ആരോഗ്യ രാമകൃഷ്ണൻ എന്ന അതുല്യ കലാകാരൻ. അദ്ദേഹത്തിനെ കുറച്ച് വയ്ക്കാൻ മറ്റൊരു ഡാൻസർ കേരളത്തിലുണ്ടോ എന്ന് പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ വിജയങ്ങളാണ് അദ്ദേഹം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാധാരണ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രതിഭകളൊക്കെ മരണപ്പെടുകയും സാഹിത്യകാരന്മാർ മരണപ്പെട്ടു, സിനിമാ താരങ്ങൾ മരണപ്പെട്ടു, രാഷ്ട്രീയക്കാരൻ മരണപ്പെട്ടു. ആരെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മാത്രമാണ് അതവരുടെ അനുസ്മരണം. സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ സ്മരണ എവിടെങ്കിലും കേൾക്കുന്നുണ്ട്. ബാലഭാസ്കർ ആദ്യത്തെ ഒരു 3 വർഷം എല്ലാവരും ഓർക്കും, പക്ഷെ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല. പക്ഷെ കലാഭവൻ മണി അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണക്കാരന്റെ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു കയറി കൊടുമുടികളിലെത്തി പെട്ടെന്ന് അസ്തമിച്ചു പോയ പ്രിയപ്പെട്ട മണിയുടെ ആ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട രാമകൃഷ്ണൻ മണിയും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് 90-92 കാലഘട്ടത്തിൽ പന്തളത്ത് NSS കോളേജ് ഗ്രൗണ്ടിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴത്തെ രാമകൃഷ്ണൻ പറയും, മണിയും പറയുമായിരുന്നു, അന്ന് പന്തളം ബാലഞ്ചേട്ടൻ ഒരുപാട് ഗാനമേള നടത്തിക്കുന്നത് ഇവര് ഫീൽഡിലേക്ക് വരുന്ന കാലഘട്ടത്തില് എങ്ങനെയും ബാലഞ്ചേട്ടന്റെ ഗാനമേള കേൾക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അന്ന് കാശില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തത് പന്തളം കോളേജ് ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിൽ 12 മണിയായി ഗാനമേള നടക്കും. അവർക്ക് തിരിച്ച് ചാലക്കുടിക്ക് എത്തണം. പക്ഷേ വീട്ടിലത്തെ വരുള്ളെന്ന് പറഞ്ഞ് വയറ് അടക്കി കിടക്കാൻ വേണ്ടി ഇങ്ങനെ കമന്ന് കിടന്നതാണ്. അപ്പൊ അങ്ങനെ കേട്ട് പിന്നീട് പിൽക്കാലത്ത് ഒരിക്കൽ തിരുവനന്തപുരത്ത് കണ്ട് പരിചയപ്പെട്ടു. അതിപ്പോഴും എക്കാലത്തും എന്നെ ചേർത്ത് നിർത്തിയ സ്നേഹം തന്ന പ്രിയപ്പെട്ട ഈ 2 സഹോദരങ്ങൾ, അവരുടെ പേരിലുള്ള പ്രിയപ്പെട്ട മണിയുടെ പേരിലുള്ള ഒരു അവാർഡ് എനിക്ക് ലഭിച്ചതിൽ രാജീവ് ആലിംഗൽ പറഞ്ഞതുപോലെ എത്ര മാറ്റി നിർത്തിയാലും ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഈ അവാർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം 40 വർഷമായി, അവതാരക പറഞ്ഞത് തെറ്റാണ്, 30 വർഷമല്ല, 40 വർഷമായിട്ട് 10,000-ത്തിലധികം വേദികൾ പാടിയ ഒരാളാണ് ഞാൻ. എനിക്ക് അത് ഇൻഫർമേഷന്റെ പ്രശ്നമാണ്. കാരണം ഒരു 100 എന്ന് പറയുന്നത് 1000 പറയുന്നതും 10,000 എന്ന് പറയുന്നത് വലിയ വ്യത്യാസം. 1000 കുറയുമ്പോൾ അല്ലെങ്കിൽ 2000 കുറയുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു മിസ്റ്റേക്കാണ്, ഞാൻ തിരുത്തുകയാണ്. അതുപോലെ രാജീവേട്ടൻ പറഞ്ഞാൽ അവാർഡ് ദാനമല്ല അവാർഡ് സമർപ്പണമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവാർഡ് അവർ സമർപ്പിച്ചപ്പോൾ ഞാൻ വാങ്ങി അതൊരു ദാനമായിട്ട് കരുതരുത്, അതൊരു അംഗീകാരമായിട്ട് കരുതി ഞാൻ ആ അവാർഡിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഞങ്ങൾ എഴുതുമ്പോൾ തന്നെ എത്ര വണ്ടികളാണ് ഇതിലെ പാടിയിലേക്കും മണിയുടെ ശവകുടീരത്തിലേക്കും പോയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളായിട്ട് ഇന്ന് നടക്കുന്ന ഈ അനുസ്മരണ പരിപാടികൾ ഒരു മനുഷ്യനും കിട്ടാതെ, രാജീവേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് നേരത്തെ മരണപ്പെട്ടാൽ ചിലപ്പോൾ ഇതുപോലെ കിട്ടുകയും പറഞ്ഞു. പക്ഷെ അങ്ങനൊന്നും കിട്ടത്തില്ല. മനുഷ്യന്റെ ചുരുങ്ങിയ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് പിന്നീട് ഓരോരുത്തരെയും ഓർക്കുന്നത്. നമുക്ക് എനിക്ക് മാത്രം പണം മതി എന്ന് ജീവിക്കുന്ന എത്ര പേരുണ്ട് സമൂഹത്തിൽ. ഒരുപാട് പണമുണ്ടെങ്കിൽ 10 കോടി രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഗുരുവായൂരപ്പന് കൊടുക്കുന്ന ഒരുപാട് പേരില്ലേ ഇവിടെ. അന്നേരം മറിച്ച് ഒരു വീടില്ലാത്ത ഒരു വീട് വെച്ചു കൊടുക്കാനോ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ കാണിക്കാത്ത മനസ്സുള്ള വൃത്തിയിട്ട ആൾക്കാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മണിയുടെ പ്രസക്തി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മരണ ഇന്ന് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഉഷാരടി പറഞ്ഞതുപോലെ അവരൊക്കെ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി കടന്നു വന്നവരാണ്. അവര് സുഹൃത്തുക്കളായിരുന്നു. ആ ഒരു മേഖലയിൽ നിന്നാണ് മിമിക്രി മേഖല. എനിക്ക് മിമിക്രി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 1995 ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങി. വേറൊന്നുമല്ല, ഈ ഹാസ്യം പറയുമ്പോൾ ചിരിച്ചില്ലേ വരുന്നതാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞതായിരിക്കണം. എത്ര പട്ടിണിയായാലും, എത്ര സ്ട്രഗിളിംഗ് ആയാലും, എത്ര പ്രശ്നങ്ങളായാലും ഒരു തമാശ കേട്ടാൽ ചിരിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനെ നമുക്ക് സന്യാസിനി എന്ന് പാടുമ്പോഴത്തേക്ക് സന്യാസിനൊന്നും ഇവിടെ ഉണ്ട്. ഏത് സന്യാസി എന്ന് പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. പണ്ട് യേശുദാസ് കല്യാണം കഴിക്കാൻ പോയപ്പോൾ ചോദിച്ചെന്നാ പറഞ്ഞത്, എന്നാലും യേശുദാസിന് സർക്കാർ ജോലിയില്ലല്ലോ.
എന്തിന് സർക്കാർ ജോലി ഉണ്ടെങ്കിലേ പെണ്ണ് കിട്ടാവുന്നുള്ളൂ. ഇപ്പൊ കലാകാരന്മാർക്ക് അങ്ങനെയൊന്നുമില്ല. കലാകാരന്മാർക്ക് നല്ല വിദ്യാഭ്യാസവും വിവേകവുമുള്ളവരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടെ ഈ ഒരു 10 ലക്ഷം രൂപയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ എനിക്ക് 10 ലക്ഷം രൂപ വാങ്ങിക്കാൻ പറ്റത്തില്ല. യേശുദാസിന് പറ്റുന്ന എനിക്ക് ഇങ്ങനെ വരുന്നത് അതല്ലല്ലോ പാട്ട്. നിങ്ങൾ കേട്ടായിരുന്നു അതല്ല പാട്ട്. അതും ആളുകൾ വ്യത്യാസം നോക്കിയാൽ മനുഷ്യൻ സംഗീതം കേട്ടാൽ പിടിച്ചിരുത്താൻ സാധിക്കണം. കാരണം ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഇന്നത്തെ തലമുറ എന്താണ് എന്ത് ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് ഈ ജനസമൂഹം മൊത്തം കലാഭവൻ മണി എന്ന അതുല്യ ഗായകന്റെ, നടന്റെ, സ്വഭാവ നടന്റെ, വില്ലന്റെ എല്ലാ വേഷങ്ങളിലും, പ്രത്യേകിച്ച് നാടൻ പാട്ടുകൾ. ഇന്നൊരു നാടൻ പാട്ട് അല്ലെങ്കിൽ കലാഭവൻ മണി ഇല്ലാത്തൊരു വേദിയെ തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇവിടെ ബാൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം മണിയുടെ പാട്ടിലാണ് തീരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുന്നത്? ജനങ്ങൾക്ക് എന്ന് മതി. എന്റെ മക്കളൊക്കെ ബാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ രണ്ടാമത്തെ പാട്ട് ഓൺ കോമേഴ്സ് അവിടെ സ്വന്തം പാട്ടുകൾ പാടിയപ്പോൾ അവിടെ വന്ന് രണ്ടാമത്തെ പാട്ട് മണിയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോഴും മരിച്ച 9 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ സ്മരണ ഇപ്പോഴും അതുപോലെ നിലനിർത്താൻ കഴിയുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത, സമൂഹത്തിന് വേണ്ടി ചെയ്ത, കുടുംബത്തിന് വേണ്ടി ചെയ്ത നന്മകളുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ അവാർഡ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കുന്നതാണ് ഞാൻ. കറുപ്പിന്റെ പേരിലും കറുപ്പ് എന്താണെന്നും അനുഭവിച്ച ഒരാളാണ് ഞാൻ. മതം എന്താണെന്നും മതമില്ലാത്ത ഒരു ഇന്ത്യയെ പറ്റി ഞാൻ ചിന്തിക്കുന്നത്. മതമില്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ജീവിക്കുന്നത്. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവൻ, സിഖും ഒരമ്മ പെറ്റ മക്കളാണ്. നമ്മുടെ സിരകളിൽ കൂടുന്ന ചുവന്ന രക്തം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പച്ച കുഞ്ഞായിട്ട് ജനിക്കുന്നില്ല. അതിലേക്ക് ജാതി മതമൊക്കെ അടിച്ചേൽപ്പിച്ച് ആ കുഞ്ഞിനെ ഒരു വർഗീയവാദിയാക്കി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ മതമില്ലാത്ത ഒരു ഇന്ത്യയാണ് ലക്ഷ്യം.